5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അത് പോയോ ഇന്ദ്രേട്ടാ? എടാ, അതിന് യോഗല്ല സത്യ. എത്രയും വേഗം പ്രതിഭയുടെ വയറ്റിൽ നിന്ന് അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ അവക്ക് ദോഷം ചെയ്യുന്ന ഡോക്ടർ പറയുന്നത്. സത്യ സത്യ എടാ, സത്യ നീ സമാധാനിക്ക്. സത്യ ആരാ? പ്രതിഭയുടെ ഹസ്ബൻഡ്. ഇതിലൊന്ന് സൈൻ ചെയ്യണം. എടാ, ഡോക്ടർ പരമാവധി ശ്രമിച്ചു നോക്കി സത്യ. വേറെ വഴിയില്ലാത്തോണ്ടാ. നീ ഒന്ന് സൈൻ ചെയ്ത് കൊടുക്ക്. പ്രതിഭയെങ്കിലും രക്ഷപ്പെടുത്തിയ സത്യ, നീ സൈൻ ചെയ്യും. മാഡം, മാഡം കണ്ണു തുറക്ക്. മാഡം കണ്ണു തുറക്ക്. മാഡം, മാഡം കണ്ണു തുറന്നേ. വായും തുറക്ക. ഓക്കെ, വരുന്നു. വയറിനകത്ത് വേദനയും പോച്ചലൊക്കെ കുറവില്ലേ? അതൊക്കെ കുറവുണ്ട് ഡോക്ടർ. പക്ഷെ ഭയങ്കര ക്ഷീണം പോലെ, കണ്ണടഞ്ഞു പോവുക. അത് മെഡിസിന്റെ. പിന്നെ വയറ് ക്ലീൻ ചെയ്തതല്ലേ. ഇനി ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങിയാലേ പഴയതുപോലെ ആവും. ഏതായാലും എന്റെ ജീവൻ തിരിച്ചു തന്നല്ലോ ഡോക്ടറെ, നന്ദിയുണ്ട്. സ്വന്തം വീട്ടിൽ വെച്ച് ആരാ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചേ? 3 പേർക്ക് ഫുഡ് പോയ്സൺ ഉണ്ടായ സ്ഥിതിക്ക് ആത്മഹത്യാ ശ്രമമാണെന്ന് പറയാൻ പറ്റില്ല. അതിപ്പോ എങ്ങനെ സംഭവിച്ചാണെന്ന് എനിക്കറിയില്ല ഡോക്ടറെ. അത്താഴം കഴിച്ച് കിടന്നപ്പോഴേ ഞാനങ്ങ് തളർന്നു പോയി. പിന്നെ ഈ ഹോസ്പിറ്റലിൽ വെച്ചാ കണ്ണു തുറക്കുന്നത്. മകനും മരുമകൾക്കും ഭക്ഷ്യവിഷബാധ ഏറ്റ കാര്യം അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരു ബക്കറ്റ് വെള്ളത്തില് 10 മില്ലി ചേർത്ത് ചെടികൾക്ക് തളിക്കുന്ന കീടനാശിനിയാണ് ഭക്ഷണത്തിലൂടെ അകത്ത് ചെന്നിരിക്കുന്നത്. ഈശ്വര, കീടനാശിനിയോ? അതെ. എന്താ, കീടനാശിനി ഭക്ഷണത്തിൽ കലരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അയ്യോ, ഭക്ഷണത്തിൽ കലരാൻ സാധ്യതയൊന്നുമില്ല ഡോക്ടറെ. പക്ഷെ എൻ്റെ മൂത്ത മകന്റെ ഭാര്യ ചെടികൾക്ക് തളിക്കാൻ വേണ്ടി കീടനാശിനി വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓ, അപ്പൊ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണല്ലോ. അതിലൂടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രേട്ടാ. ഡോക്ടർ, അമ്മ പേഷ്യന്റ് കോൺഷ്യസ് ആണ്. ഞാൻ സംസാരിച്ചു. ഫുഡ് പോയ്സൺ ഉണ്ടായതിന്റെ ചില സൂചനകൾ അവർ തന്നിട്ടുണ്ട്. എന്താണ് ഡോക്ടർ?
ചെടികൾക്കൊക്കെ തളിക്കുന്ന കീടനാശിനിയാണ് ഫുഡിൽ കലർന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ബോട്ടില് വീട്ടിൽ സൂക്ഷിച്ചിരുന്നല്ലേ? ആ അതെ ഡോക്ടർ, അത് ഞാനാ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചത്. പക്ഷെ അതൊരിക്കലും എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. അത് അവരുടെ ഡ്യൂട്ടിയാണല്ലോ. ഡോക്ടർ, അമ്മ അന്വേഷണം ആവശ്യപ്പെട്ടോ? നോ പേഷ്യന്റിന് അറിയാവുന്ന കാര്യങ്ങൾ ഡോക്ടറുമായി ഷെയർ ചെയ്തേ ഉള്ളൂ. അവർക്ക് ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. എന്തായാലും ഒരു ഗർഭസ്ഥ ശിശു ഇല്ലാതായ കേസല്ലേ, ഞങ്ങൾക്കത് പോലീസിൽ ഇൻഫോം ചെയ്തേ പറ്റൂ. ഏട്ടാ, പ്രതിഭയുടെ കുഞ്ഞു മരിച്ചോ? അത് കുഞ്ഞൊന്നൊന്നും പറയാതെ സോനെ. 2 മാസം പ്രായമായ ഒരു ഭ്രൂണമല്ലേ. അത് ചെറിയ എന്തെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതേ ഉള്ളൂ. ഏട്ടനത് പറയാം, പക്ഷെ സത്യേട്ടനും പ്രതിഭ ഇത് സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യേട്ടന്റെ അവസ്ഥ എന്താ ഏട്ടത്തി? സത്യന് കുഴപ്പമൊന്നുമില്ല സോനെ. പ്രതിഭയുടെ കാര്യമൊക്കെ അവനറിയാം. ഏട്ടൻ എവിടെയാ? എനിക്കൊന്ന് കാണണമായിരുന്നു. അവൻ കാഷ്വാലിറ്റിയിലാ. അവിടെ പോയാൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞോ? വേണ്ട, ഞാൻ പൊക്കോളാം. കുരുക്ക് മുറുകാണല്ലോ ഇന്ദ്രേട്ട. അതെ, അമ്മ ലക്ഷ്യമിക്കുന്നത് നിന്നെയാണല്ലോ. നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നീ ഇവിടെ നിൽക്കേ, ഞാനിപ്പോ വരാം. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ ഇന്ദ്ര. നിങ്ങൾ എവിടെയാണെന്നറിയാനാ ഞാൻ വിളിച്ചത്. നീ എന്താ എന്നോട് ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞത്? അതൊന്നുമില്ല അച്ഛാ. അത് എനിക്ക് താഴേക്ക് വരേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പം പിന്നെ അച്ഛൻ അത്രയും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. മോനെ, ഞാൻ വന്നത് ഹോസ്പിറ്റലിൽ കഴിയുന്നവരെ കാണാൻ വേണ്ടിയല്ലേ? അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയല്ലേ? എല്ലാം ഞാൻ പറയാം അച്ഛാ. അച്ഛൻ ഇപ്പം അങ്ങോട്ട് വരണ്ട. അതെന്താ ഇന്ദ്ര? ആരെങ്കിലും ഗുരുതരാവസ്ഥയിലാണോ? അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായോ? ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല അച്ഛാ. അമ്മയുടെയും സത്യൻ്റെയും ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ പ്രതിഭയുടെ കുഞ്ഞ് നഷ്ടമായി. ഞാനും അനുവും ഭയപ്പെട്ടതുപോലെ ചില നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അച്ഛാ.